വേദിയിലും തുറന്ന ജയിപ്പിലും ഒപ്പമുണ്ടായിട്ടും സുരേഷ് ഗോപിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരൊറ്റ അക്ഷരം മിണ്ടിയില്ല. അതും സുരേഷ് ഗോപിക്കും BJP നേതാക്കൾക്കും വലിയ നാണക്കേടായി. വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നതാണ് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുമെന്നായിരുന്നു ഇവരുടെയൊക്കെ ധാരണ. 41 മിനിറ്റ് നീണ്ട പ്രസംഗത്തിൽ സുരേഷ് ഗോപിയെ മൈൻഡ് ചെയ്തില്ല. എന്നാൽ മോദിക്കും മഹിളാ മോർച്ച അധ്യക്ഷയ്ക്കും K. സുരേന്ദ്രനുമൊപ്പം തുറന്ന ജീപ്പിൽ ഇടം കിട്ടിയത് സുരേഷ് ഗോപിക്ക് മാത്രമായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായെങ്കിലും വേദിയിലുണ്ടായിട്ടും സുരേഷ് ഗോപിയെ മോദി പരാമർശിക്കാത്തതാണ് ഇപ്പോൾ എല്ലാവരുടെയും ചർച്ച. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ളതൊന്നും മോദി പറഞ്ഞില്ല. പക്ഷേ മോദി വരും മുൻപ് ആദ്യം പ്രസംഗിച്ച ശോഭാ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്നും അങ്ങൊരു തള്ളലങ്ങ് തള്ളി. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ലക്ഷ്യം വെച്ചുള്ള സുരേഷ് ഗോപിയുടെ നീക്കം സജീവമായിരുന്നു. കരുവന്നൂർ പദയാത്ര പൊളിഞ്ഞു പാളീസായെങ്കിലും സീറ്റിന് വേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരുന്നു. സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിക്കായി പ്രധാനമന്ത്രി തൃശ്ശൂരിൽ വരുന്നതിന് മുൻപേ സുരേഷ് ഗോപിക്കായി ചുവരെഴുത്തും തെരുവുകളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിനാൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം മോദി പരാമർശിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. അതുമാത്രമല്ല, അതിയായി ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. 2 മാസത്തിനുള്ളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാനിരിക്കെ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് മുന്നണികളെല്ലാം. മന്ത്രിസഭ തന്നെ ജനങ്ങളുമായി നേരിട്ട് സംവാദിച്ച നവകേരള സദസ്സ് LDFിൻ്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2019 ലഭിച്ച സീറ്റുകളിൽ കുറവുണ്ടാകാതിരിക്കാൻ കരുതലോടെ UDF രംഗത്തിറങ്ങി. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അധികാരം പിടിച്ചത് കേരളത്തിൽ ഗുണം ചെയ്യുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. നവകേരള സദസ്സിലൂടെ അണികളെ ഉത്തേജിപ്പിക്കാനും കേന്ദ്രവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനും CPMനും ഇടതുപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഒരു തർക്കവുമില്ലാത്ത കാര്യമാണ്. ഗവർണർ സർക്കാർ പോര് BJP മോദി വിരുദ്ധ പോരാട്ടങ്ങളുടെ കുന്തമുനയാക്കാൻ CPMും പോഷക സംഘടനകളും സ്വീകരിച്ച രാഷ്ട്രീയ നിലപാട് ഒട്ടാകെ ഫലം കണ്ടു. സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റും ക്ഷേമപ്രവർത്തനങ്ങളും തകിടം മറിച്ചത് കേന്ദ്രത്തിൻ്റെ പ്രതികൂല സമീപനം കൊണ്ടാണെന്ന് വിശദീകരിക്കാൻ സർക്കാരിനും CPMനും കഴിഞ്ഞിട്ടുമുണ്ട്. മണിപ്പൂർ പലസ്തീൻ വിഷയങ്ങൾ ഉയർത്തിയുള്ള പ്രചാരണത്തിലും ഫലമുണ്ടാകുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. പാർട്ടിയിലും മുന്നണിയിലുമുള്ള ഐക്യവും സ്ഥാനാർത്ഥി നിർണയത്തിൽ ലഭിക്കുന്ന മേൽക്കൈയും പ്രയോജനപ്പെടുത്തിയാൽ മുന്നേറാമെന്നാണ് LDF കണക്കൂട്ടുന്നത്. മോദി സർക്കാർ വീണ്ടും വരുമെന്നും അതിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നുമാണ് BJP ജനങ്ങളോട് പറയുന്നത്. പാർട്ടിക്ക് ഏറെ പ്രതീക്ഷയുള്ള തിരുവനന്തപുരത്ത് കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. വന്ദേ ഭാരത് അടക്കമുള്ള ട്രെയിനുകളും മറ്റ് വികസന പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് അവരുടെ പ്രചാരണം. 2019 ലഭിച്ച 19 സീറ്റുകൾ നിലനിർത്താനാണ് UDF ശ്രമം നടത്തുന്നത്. പാർട്ടിക്കുള്ളിൽ പടലപ്പിണക്കങ്ങൾ മറന്ന് ഒരുമിച്ച് പോരാടണമെന്ന സന്ദേശം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിക്കഴിഞ്ഞു. നിലവിലെ എല്ലാ MPമാരോടും വീണ്ടും മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾക്ക് സാധ്യതയുണ്ട്. നവകേരള സദസ്സിനെതിരായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പാർട്ടിക്ക് ഗുണകരമായെങ്കിലും മുതിർന്ന നേതാക്കളുടെ സ്വരച്ചേർച്ച ഇല്ലായ്മയും പുനഃസംഘടനാ പാളിച്ചകളും ഗ്രൂപ്പുകളുടെ ചേരിപ്പോരും വെല്ലുവിളിയാണ്.